2025 ഓഗസ്റ്റ് മാസം 7 രാവിലെ ഒരു 10 മണിക്ക് കർണാടകയിലെ കോലാല എന്ന ഗ്രാമത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഗ്രാമത്തിൽ നടന്നുപോയ ഒരാൾ ഒരു തെരുവ് നായയെ കണ്ട് ഭയന്നുപോയി. നായയെ കണ്ടപ്പോൾ അയാൾ ഭയന്നത് നായ തന്നെ കടിക്കും എന്നതുകൊണ്ടല്ല, മറിച്ച് നായ കടിച്ചുകൊണ്ടുപോയ ഒരു മനുഷ്യന്റെ കൈപ്പത്തിയുടെ ഭാഗം കണ്ടാണ് അയാൾ ഭയന്നുപോയത്. വിജനമായ ഒരിടത്ത് കൊണ്ടുപോയി ഭക്ഷിക്കാനായിരിക്കും നായ അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇതുകൊണ്ട് അയാൾ നിലവിളിക്കുകയും ശബ്ദം കേട്ട് ആ ഗ്രാമവാസികളൊക്കെ ഓടിക്കൂടുകയും ചെയ്തു. കാഴ്ചയുടെ ഭീകരത കണ്ട എല്ലാവരും ഈ നായ പേടിച്ച് കൈപ്പത്തി ഉപേക്ഷിച്ചു പോകുമെന്നൊക്കെയാണ് കരുതിയത്. എന്നാൽ ആ നായ കൈപ്പത്തി തന്റെ വായിൽ നിന്നും വിടാതെ ഓടി രക്ഷപ്പെട്ടു. ഉടനെ തന്നെ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് ആ സ്ഥലത്തെത്തി നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞ ശേഷം ഈ നായയെയും കൈപ്പത്തിയെയും അന്വേഷിച്ച് ഗ്രാമം മുഴുവനും തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ ഒരു ഓടയുടെ അരികിലായി നായ കൈപ്പത്തി കടിച്ച് തിന്നാനുള്ള ശ്രമത്തിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പോലീസുകാർ നായയെ കണ്ടു. ആളുകൾ തനിക്ക് നേരെ ഓടി വരുന്നത് കണ്ടപ്പോൾ നായ കൈപ്പത്തി ഉപയോഗിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. നിലത്ത് വീണ കൈപ്പത്തി പരിശോധിച്ച പോലീസുകാർ അതൊരു സ്ത്രീയുടെ കൈയാണെന്ന് തിരിച്ചറിഞ്ഞു. കയ്യിൽ വളകളും മോതിരവും ഉണ്ടായിരുന്നു. കൈപ്പത്തി മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് പോലീസുകാർ വീണ്ടും അന്വേഷിക്കുകയും നാട്ടുകാരോട് ചോദിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഡോഗിനെ ഉപയോഗിച്ച് ഈ കൈപ്പത്തി മണപ്പിച്ച ശേഷം അന്വേഷണം ആരംഭിച്ചു. നായ നേരെ പോയത് ആ ഗ്രാമത്തിനറ്റത്തുള്ള ഒരു പൊന്തക്കാട്ടിലേക്കായിരുന്നു. അവിടെ ഒരു കറുത്ത സഞ്ചിക്കുള്ളിൽ മറ്റൊരു കാലിന്റെ ഭാഗം കണ്ടെത്തി. അങ്ങനെ അതേ പോലീസ് നായയുടെ സഹായത്തോടു കൂടി തന്നെ ആകെ 7 സ്ഥലങ്ങളിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തി. ഓഗസ്റ്റ് മാസം 9 ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നും പോലീസിന് ലഭിച്ചെങ്കിലും ഈ തലയുടെ ഭാഗം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം കൈപ്പത്തി ലഭിച്ച അതേ സ്ഥലത്ത് നിന്നും 7 കിലോമീറ്റർ അകലെ മറ്റൊരു കറുത്ത സഞ്ചിക്കുള്ളിൽ തലയുടെ ഭാഗം കണ്ടെത്തി. കൈ, കാൽ, നെഞ്ച്, വയറ്, തോൾ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും പോലീസുകാർ കണ്ടെടുത്തു. എന്നാൽ ആ കൊല്ലപ്പെട്ടത് ആരാണെന്ന് മാത്രം പോലീസിന് മനസ്സിലായില്ല. അതുകൊണ്ട് സമീപത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ മിസ്സിംഗ് കംപ്ലൈന്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്തു. ആ സമയത്താണ് 53 വയസ്സുകാരനായ ഒരാൾ ഓഗസ്റ്റ് മാസം 4 തന്റെ 42 വയസ്സുള്ള ഭാര്യ ലക്ഷ്മി ദേവിയെ കാണാനില്ല എന്നൊരു പരാതി നൽകിയിരുന്നു. പരാതി നൽകിയപ്പോൾ ഒരു ഫോട്ടോയും കൂടെ കൊടുത്തിരുന്നു. ആ ഫോട്ടോയും ഇപ്പോൾ ലഭിച്ച ഈ ശരീരഭാഗങ്ങൾ, ആ മുഖത്തിന്റെ രൂപവും എല്ലാം ഒത്തുനോക്കിയപ്പോൾ രണ്ടും ഒരേ വ്യക്തിയാണെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസുകാർ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തിയെ വിളിച്ചു. അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്ന ഈ ഭർത്താവ് ശരീരഭാഗങ്ങൾ കണ്ടതോടെ തളർന്ന് വീണ് കരഞ്ഞു. ഇത് തന്റെ ഭാര്യ ലക്ഷ്മി ദേവി തന്നെയാണെന്ന് അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഈ ഒരു ഷോക്കിൽ നിന്ന് മുക്തനായപ്പോൾ പോലീസുകാർ ലക്ഷ്മി ദേവിയുടെ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ തിരക്കി. ഭാര്യ മകളുടെ വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. സാധാരണ ഇങ്ങനെ പോയാൽ വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി തിരിച്ചെത്തും. എന്നാൽ അന്ന് ഭാര്യ ഏറെ വൈകിയിട്ടും വന്നില്ല. തുടർന്ന് ഞാൻ മകളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അമ്മ നേരത്തെ ഇറങ്ങിയല്ലോ എന്നാണ് മകൾ മറുപടി നൽകിയത്. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അന്വേഷിച്ചിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തത് കൊണ്ടാണ് അടുത്ത ദിവസം പരാതി നൽകിയത് എന്നും ഭർത്താവ് പോലീസിനോട് പറഞ്ഞു. അങ്ങനെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസുകാർ ഈ മകളുടെയും മരുമകന്റെയും വീട്ടിലേക്കെത്തി. അവരോട് സംസാരിച്ചപ്പോൾ തങ്ങൾക്ക് ആരെയും സംശയമില്ലെന്നും ശത്രുക്കൾ അങ്ങനെ ഇല്ല എന്നും അവർ പറഞ്ഞു. അതേസമയം പോലീസുകാർ കണ്ടെടുത്ത ഈ ശരീരഭാഗങ്ങൾ ലഭിച്ച 8 സ്ഥലങ്ങളിലും ഈ സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. കിലോമീറ്ററുകളോളം വ്യത്യാസമുള്ള ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം ഒരേ നമ്പറിലുള്ള ഒരു ചുവന്ന ബ്രീസാകാർ പോകുന്നത് പോലീസ് ശ്രദ്ധിച്ചു. ആ കാറിന്റെ നമ്പർ ആണെങ്കിൽ കൃത്യമായി പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഇതിനിടെ ഈ ലക്ഷ്മി ദേവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിന് ലഭിച്ചു. കഴുത്ത് ഞെരിച്ചാണ് ലക്ഷ്മി ദേവിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ശരീരം 19 കഷ്ണങ്ങളാക്കി മുറിച്ചുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഈ ഒരു കൃത്യം ചെയ്ത വ്യക്തി വളരെ പ്രൊഫഷണൽ ആണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ പോലീസിനുള്ള ഏക മാർഗം കാറിന്റെ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ വെച്ച് അത് ആരുടേതാണെന്ന് കണ്ടെത്തുക. അങ്ങനെ ആ നമ്പർ പിന്തുടർന്നപ്പോൾ അത് സതീഷ് എന്ന വ്യക്തിയുടെ പേരിലുള്ളതാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. നേരെ അയാളുടെ വീട്ടിലേക്ക് എത്തി. ഈ ഒരു മരണത്തെക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ താൻ ഈ വണ്ടി നേരത്തെ വിറ്റതാണ്, അതുകൊണ്ട് തനിക്കും ഈ വണ്ടിക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് അയാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എന്നാൽ എപ്പോഴാണ് വിറ്റത്, ആർക്കാണ് നിങ്ങൾ ഈ കാർ വിറ്റത് എന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി അയാൾക്ക് നൽകാൻ സാധിച്ചില്ല. ഈ സമയത്താണ് പോലീസിന് അയാളിലൊരു സംശയം തോന്നിയത്.
പോലീസുകാർ അവരുടേതായ ഒരു മുറ പുറത്തെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴും സതീഷ് മുൻപ് പറഞ്ഞ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. തുടർന്ന് സതീഷിന്റെ ഫോൺ പിടിച്ചെടുത്തു. അയാളുടെ കോൾ ഹിസ്റ്ററി എല്ലാം പരിശോധിച്ചപ്പോൾ ഈ ലക്ഷ്മി ദേവിയുടെ മരുമകനായ രാമചന്ദ്രപ്പയെ ഈ സതീഷ് പലതവണ വിളിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. രാമചന്ദ്രപ്പയെ മുൻപ് തന്നെ പോലീസ് ചോദ്യം ചെയ്തതാണ്. എന്തിനാണ് രാമചന്ദ്രപ്പയെ നിങ്ങൾ ഇത്രയേറെ തവണ വിളിച്ചത്? നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ഈ സതീഷിനോട് ചോദിക്കാൻ തുടങ്ങി. ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ സതീഷ് തളർന്നു നിന്നു. അവസാനം ഈ സമ്മർദ്ദം സഹിക്കാനാകാതെ വന്നപ്പോൾ സതീഷ് നടന്ന സംഭവങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് രാമചന്ദ്രപ്പയുടെ വീട്ടിൽ ചെന്ന് 44 വയസ്സുകാരനായ രാമചന്ദ്രപ്പയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് 37 വയസ്സുകാരനായ കാർത്തി എന്ന മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തു. ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഡെന്റിസ്റ്റായ രാമചന്ദ്രപ്പയ്ക്ക് ധാരാളം പണവും ആസ്തിയും ഉണ്ടായിരുന്നു. ആദ്യ വിവാഹബന്ധം തകർന്നതിനെ തുടർന്ന് അയാൾ വിവാഹാലോചനകൾ നടത്തുന്നതിനിടെയാണ് ലക്ഷ്മി ദേവി തന്റെ മകൾക്കായുള്ള ഒരു ആലോചനയുമായി മുന്നോട്ട് വന്നത്. ഒരു വിവാഹം കഴിഞ്ഞതാണെങ്കിലും ധാരാളം പണമുണ്ടെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ദേവി ഒട്ടും താല്പര്യമില്ലാതിരുന്ന മകളെ നിർബന്ധിപ്പിച്ച് ഈ രാമചന്ദ്രപ്പയ്ക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹശേഷം ഇവർക്ക് 2 കുട്ടികൾ ജനിക്കുകയും ചെയ്തു. കുടുംബം വളരെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലക്ഷ്മി ദേവി വളരെ മോശപ്പെട്ട സ്വഭാവമുള്ളൊരു സ്ത്രീയാണെന്ന് രാമചന്ദ്രപ്പ തിരിച്ചറിഞ്ഞു. എങ്കിലും ഭാര്യയുടെ അമ്മയല്ലേ എന്ന് കരുതി അദ്ദേഹം പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കുട്ടികൾ ജനിച്ച ശേഷം ലക്ഷ്മി ദേവി ഇടയ്ക്കിടെ മകളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. രാവിലെ വന്ന് വൈകുന്നേരം വരെയും മകളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ 1-2 ദിവസം താമസിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് രാമചന്ദ്രപ്പയ്ക്ക് വല്ലാത്ത ദേഷ്യവും ഭയവും ഉണ്ടാക്കിയത്. ലക്ഷ്മി ദേവി ഇതിനകം തന്നെ അധികാരബോധമുള്ള ഒരു സ്ത്രീയായിരുന്നു. മാത്രമല്ല ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന മകളെയാണ് തനിക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചതെന്ന് രാമചന്ദ്രപ്പയ്ക്ക് അറിയാം. പണത്തിനോടുള്ള ഒരു ആർത്തി ലക്ഷ്മി ദേവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മോശം സ്വഭാവം കാരണം തന്റെ ഭാര്യയും മക്കളെയും ഇവർ ചീത്തയാക്കുമോ എന്നായിരുന്നു രാമചന്ദ്രപ്പയുടെ ഭയം. ഈ ഭയം ക്രമേണ ഒരു മാനസിക പ്രശ്നമായി തന്നെ മാറി. തുടർന്ന് ലക്ഷ്മി ദേവിയോട് ഇനി വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് തുറന്നു തന്നെ പറഞ്ഞു. പിന്നീട് ഭാര്യയോടും ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടു. എന്നാൽ ഒട്ടും തന്നെ ഫലമുണ്ടായില്ല. ലക്ഷ്മി ദേവി അപ്പോഴും വീട്ടിൽ വരിക തന്നെ ചെയ്തു. സ്വന്തം മരുമകൻ ഇനി ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് കൂടിയും ലക്ഷ്മി ദേവി ആ വീട്ടിലേക്ക് വന്നിരുന്നു. അങ്ങനെ എന്ത് ചെയ്തിട്ടും ഫലം വരാതെ ആയപ്പോൾ ലക്ഷ്മി ദേവി വീട്ടിൽ വരുന്നത് ഒഴിവാക്കാൻ മറ്റു വഴികൾ ഇല്ല എന്ന് രാമചന്ദ്രപ്പ മനസ്സിലാക്കി. ഭാര്യയും മക്കളെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയെ കൊലപ്പെടുത്തണമെന്നൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തി. കൊലപാതകം എങ്ങനെ നടത്തണമെന്ന് രാമചന്ദ്രപ്പയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് തന്റെ ഉറ്റ സുഹൃത്തുക്കളായ സതീഷിനോടും കാർത്തിയോടും അദ്ദേഹം ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത്. അവരെല്ലാവരും ചേർന്ന് 6 മാസത്തോളം ആലോചിച്ചാണ് ലക്ഷ്മി ദേവിയെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയത്. അങ്ങനെ സംഭവം നടക്കുന്ന അന്നത്തെ ദിവസം, ലക്ഷ്മി ദേവി രാമചന്ദ്രപ്പയുടെ വീട്ടിലേക്ക് വരുന്ന അന്നത്തെ ദിവസം, അയാൾ നേരത്തെ തന്നെ സതീഷിന്റെ കാർ വാങ്ങി സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വീട്ടുകാർ ചോദിച്ചപ്പോൾ ഒരു പഴയ കാർ താൻ വാങ്ങി എന്നും അയാൾ കള്ളം പറഞ്ഞു. പതിവ് പോലെ അന്ന് വീട്ടിലെത്തിയ ലക്ഷ്മി ദേവിയോട് മരുമകൻ വളരെ സ്നേഹത്തോടെ കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. കാർ ഓടിച്ചു പോകുമ്പോൾ റോഡ് സൈഡിൽ സതീഷും കാർത്തിയും നിൽക്കുന്നത് കണ്ട രാമചന്ദ്രപ്പ യാദൃശികമായി അവരെ കണ്ടതുപോലെ കാറ് നിർത്തി. നമ്മൾ പോകുന്ന വഴിക്കാണ് ഇവർക്കും പോകേണ്ടത് എന്ന് പറഞ്ഞ് അവരെ കാറിന്റെ പിൻ സീറ്റിൽ കയറ്റി. യാതൊരു സംശയം വരാത്ത ലക്ഷ്മി ദേവി കാറിന്റെ മുൻ സീറ്റിൽ തന്നെ ഇരുന്നു. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു ഊടുവഴിയിലേക്ക് തിരിഞ്ഞാൽ വേഗം നമുക്ക് സ്ഥലത്തെത്താൻ കഴിയുമെന്ന് സതീഷ് രാമചന്ദ്രപ്പയ്ക്ക് ഒരു നിർദ്ദേശം നൽകി. അങ്ങനെ രാമചന്ദ്രപ്പ ആ ഷോർട്ട് കട്ടിലേക്ക് വണ്ടി തിരിച്ചു. ലക്ഷ്മി ദേവി ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് പുറകിലിരുന്ന സതീഷ് ഒരു കയറെടുത്ത് ലക്ഷ്മി ദേവിയുടെ കഴുത്തിൽ കുരുക്കി ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. എന്നിട്ട് മരിച്ചോ എന്ന് 2-3 തവണ ഉറപ്പുവരുത്തി. പിന്നീട് ഇവരെ മൃതദേഹവുമായി സതീഷിന്റെ ആളില്ലാത്ത വീട്ടിലേക്ക് പോയി. ഒരു ഡോക്ടറായ രാമചന്ദ്രപ്പ തന്റെ കൈവശമുണ്ടായിരുന്ന സർജിക്കൽ കത്തി ഉപയോഗിച്ച് ലക്ഷ്മി ദേവിയുടെ ശരീരം മുറിച്ച് പല ഭാഗങ്ങളാക്കി. ഈ ഭാഗങ്ങളെല്ലാം പല കവറുകളിലാക്കി കിലോമീറ്ററുകൾ വ്യത്യാസമുള്ള പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ആരും അറിയാതെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാണ് അവരെ ക്രൂരകൃത്യം ചെയ്തത്. എന്നാൽ 4 ദിവസത്തിന് ശേഷം ഒരു തെരുവ് നായ കടിച്ചു വലിച്ച കൈപ്പത്തി കാരണം ഒരു കൊലപാതകം പുറത്തറിയുകയും
പ്രതികൾ പിടിയിലാവുകയും ചെയ്തു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 പ്രതികളും നിലവിൽ ജയിലിലാണ്. വിധി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു മനുഷ്യനെ മോശമെന്ന് ലേബൽ ചെയ്യുന്നത് അവനെതിരെ ചെയ്യുന്ന ക്രൂരതയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. സത്യത്തിൽ സംഭാഷണവും അല്ലെങ്കിൽ നിയമപരമായ വഴികളും ഉപേക്ഷിച്ച് അക്രമം തിരഞ്ഞെടുത്താൽ അതെല്ലാവരെയും നശിപ്പിക്കും. ഈ ഒരു കേസ് ഉദാഹരണം തന്നെയാണ്. രാമചന്ദ്രപ്പയ്ക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നു. ലക്ഷ്മി ദേവിയോട് പറഞ്ഞു കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയാമായിരുന്നു. ഭാര്യ ഉപയോഗിച്ചത് അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് മറ്റെവിടെയെങ്കിലും വീട് മാറി പോകാമായിരുന്നു. അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലൂടെ ഒരു പരിഹാരം കണ്ടെത്താമായിരുന്നു. പക്ഷേ പകരം കൊലപാതകം എന്ന വഴിയിലേക്ക് വന്നപ്പോൾ അതിൽ അകപ്പെട്ടത് രാമചന്ദ്രപ്പ മാത്രമല്ല, അയാളുടെ 2 സുഹൃത്തുക്കൾ കൂടിയാണ്. കൂടാതെ ഇതൊന്നിലും യാതൊരു ബന്ധവുമില്ലാത്ത രാമചന്ദ്രപ്പയുടെ ഭാര്യയും മക്കളും ഇപ്പോൾ അനാഥരായി നിൽക്കുകയാണ്. അവർക്ക് ഭർത്താവില്ല, അച്ഛനില്ല. ജീവിതകാലം മുഴുവൻ അയാൾ ഇനി ജയിലിൽ കിടക്കുകയാണെങ്കിൽ ഭാര്യയും മക്കളും ഒറ്റയ്ക്കായിരിക്കും. മനസ്സിലെ ഭയവും വിരോധങ്ങളും ഒക്കെ നിയന്ത്രിക്കാതെ വിട്ടാൽ ഭീകരമായ തീരുമാനങ്ങളിലേക്ക് അത് നയിക്കും. കുടുംബ പ്രശ്നങ്ങൾ മറച്ചുവെക്കുകയോ സഹിക്കുകയോ ചെയ്യാതെ സമയത്തിന് തന്നെ സഹായം തേടുക. എത്ര സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തൊരു കുറ്റകൃത്യം ചെയ്താൽ പോലും സത്യം ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒന്നിനും അക്രമം ഒരു പരിഹാരമേ അല്ല. മനുഷ്യബന്ധങ്ങളിൽ സത്യവും സംഭാഷണവും ഒക്കെയാണ് യഥാർത്ഥ വഴികൾ. അത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് എല്ലാ കുടുംബത്തിനും സമാധാനമായി ജീവിക്കാം. ലക്ഷ്മി ദേവി ഭർത്താവിനോടൊപ്പം ജീവിക്കുമായിരുന്നു. രാമചന്ദ്രപ്പ തൻ്റെ ഭാര്യയോടും മക്കളോടുമൊത്ത് ജീവിക്കുമായിരുന്നു. രാമചന്ദ്രപ്പയുടെ 2 സുഹൃത്തുക്കളായ സതീഷും കാർത്തി അവരും അവരുടെ കുടുംബങ്ങളോടുകൂടി സമാധാനമായി ജീവിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കൊലപാതകം കാരണം എത്ര കുടുംബത്തിന്റെ ജീവിതമാണ് നഷ്ടമായെന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, അക്രമം ഒന്നിനും ഒരു പരിഹാരമേ അല്ല. എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്നൊക്കെ സ്വപ്നം കാണും, പക്ഷെ അത് വെറും പാഴ് സ്വപ്നം മാത്രമാണ്. ഒരിക്കലും അത് സംഭവിക്കില്ല. ഇന്നത്തെ നിയമവ്യവസ്ഥ വളരെ സൂക്ഷ്മമാണ്. എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും കുറ്റവാളിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. ശരിയായ അന്വേഷണം ഉണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അക്രമം ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നവർ ദയവ് ചെയ്ത് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക. ശരിയായ പരിഹാരം അന്വേഷിക്കുക. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.